നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ ശ്ലോകമാകുന്നു നമ്മുടെ ചർച്ചാ വിഷയം. ആദ്യം നമുക്ക് ശ്ലോകം ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കുക. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ന ഇഹ അഭിക്രമനാശഃ അസ്തി പ്രത്യവായഃ ന വിദ്യതേ സ്വൽപം അഭി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതഃ ഭയാത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇഹ അഭിക്രമനാശഃ ന അസ്തി പ്രത്യവായഃ ന വിദ്യതേ അസ്യ ധർമ്മസ്യ സ്വൽപമഭി മഹതഃ ഭയാത് ത്രായതേ. ഇനി ഇതിൻ്റെ സാരാംശം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇവിടെ ഭഗവാൻ കർമ്മയോഗം അനുഷ്ഠിക്കുന്നവർക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വാക്ക് നൽകുകയാണ്. ഇവിടെ പ്രവൃത്തി പൂർത്തിയാകാതെ വന്നാലും അതുവരെ ചെയ്ത പ്രവൃത്തിക്ക് ഫലത്വം ഉണ്ടാകുമെന്നാണ് ഭഗവാൻ സമർത്ഥിക്കുന്നത്. വിപരീതമായ ഫലങ്ങളും ഉണ്ടാകില്ല. അല്പമായ കർമ്മം പോലും നല്ല ഫലത്തെ നൽകും എന്നാണ് ഭഗവാൻ സമർത്ഥിക്കുന്നത്. അതിനാൽ അല്ലയോ അർജുന, കർമ്മം പൂർത്തിയാകാതെ വന്നാൽ നിഷ്ഫലമാകുന്ന ഫലം ഉണ്ടാവുകയില്ല. ഒരിക്കലും അനിഷ്ടമായ വിപരീത ഫലവും സംഭവിക്കുകയില്ല. കർമ്മയോഗത്തിൻ്റെ അല്പമാത്രമായ ആചരണം പോലും വലിയ ആപത്തിൽ നിന്നും ഭയത്തിൽ നിന്നും വ്യക്തിയെ രക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.